ഫ്രണ്ട്സ്, കുക്കിംഗ് ആൻഡ് ഫണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ രീതിയിലൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ആവോലി മീനാണ്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ആവോലി മീനാണ്. അപ്പോൾ അത് മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചതാണിത്. ഇനി ഇതിലേക്ക് ആവശ്യമായത് തക്കാളി 1 വലുത് ചെറുതായിട്ട് മുറിച്ച് പീസാക്കി മാറ്റി വെച്ചത്, പിന്നെ അത്യാവശ്യം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് 2 എന്നിവയാണ് ഇതിലേക്ക് ആവശ്യമായത്. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടത്, സാധാ നമ്മളെ നോർമൽ പുളി. അപ്പോൾ അത് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചതാണിത്. അപ്പോൾ ഇതാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി ഇതിലേക്കൊരു ക്ലീനായ ഒരു ചീനച്ചട്ടി എടുത്തു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് പിന്നെ അതിലേക്ക് ഇട്ടതിന് ശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി അതിലേക്ക് കുതിരാൻ മാറ്റി വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് പിഴിഞ്ഞ് നീര് മാത്രം അതിലേക്ക് ചേർക്കുക. അപ്പോൾ നീര് മുഴുവനായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്തു. എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആവശ്യമായ മസാലകൾ ചേർക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്തു. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തു. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ കുറുന്നനെ രീതിയിലാണ് ഈ കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കൈ വെച്ച് മസാലയൊക്കെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. മസാലയൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ചീനച്ചട്ടി വെക്കണം. മീൻ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. തിളച്ചതിന് ശേഷമാണ് മീൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് അതിന് മുകളിലേക്ക് ചീനച്ചട്ടി വെച്ചു. മസാലയൊക്കെ ഒരു തിളക്കുന്നത് വരെ മൂടി വെക്കാം. ഏകദേശം 10 മിനിറ്റ് ആയപ്പോൾ തന്നെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ചു. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു. നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർക്കുക. ഇനി ഓരോ മീനിൻ്റെ പീസും ഇതിലേക്ക് തിളക്കുന്ന മസാലയിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തു. മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി അത് കുറച്ച് നേരം ഏകദേശം ഒരു 10 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. കൂടുതൽ വേവേണ്ട ആവശ്യമില്ല, കാരണം മസാലയൊക്കെ വെന്തതാണ്. അപ്പോൾ ഇനി മീനിലേക്ക് മസാല ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചു. കുറച്ച് നേരം ഒന്ന് മൂടിയിടണം. അപ്പോൾ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. മീനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ ഒന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നല്ല തിള വരുന്നുണ്ട്. അപ്പോൾ ഒരു ഏകദേശം തിക്നെസ് ഉള്ളൊരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം വറ്റുന്നത് വരെ. പിന്നെ ഇതിലേക്ക് മുകളിലേക്ക് ഏകദേശം വെള്ളം വറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിക്കുക. ഏകദേശം വെളിച്ചെണ്ണ ഞാൻ കുറച്ചൊക്കെ ഇതിന് മുകളിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു. അങ്ങനെ ഇവിടെ
കറി ഇവിടെ റെഡിയായി. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിരിക്കുന്നു. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ചപ്പിൻ്റെ ഇല, ഇറാനി ചപ്പിൻ്റെ നാടൻ ചപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനത് കുറച്ച് 2 ഇല്ലി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ഈ ചപ്പിൻ്റെ ഇല ഇതിനൊക്കെ ചേർക്കുന്നത്. നല്ലൊരു രുചിയും കിട്ടും, നല്ലൊരു മണമായിരിക്കും ഇതിൽ ഈ ചപ്പിൻ്റെ ഇല ഇട്ടാൽ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇടുന്നവർക്ക് കറിവേപ്പിൻ്റെ ഇല ഇടാം. അപ്പോൾ ഞാനിവിടെ നാടൻ ചപ്പുണ്ടായപ്പോൾ അത് ഇട്ടതാണ്. ആവോലി മീൻ കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.